വെൽക്കം. ഒരു കഥ കേൾക്കാം. കിണറിലെ കഴുത. ഒരിക്കൽ ഒരു കൃഷിക്കാരന് ഒരു വയസ്സായ കഴുതയുണ്ടായിരുന്നു. കഴുത വിശ്വസ്തനും എല്ലാ ജോലിയിലും കൃഷിക്കാരനെ സഹായിച്ചിരുന്നു. ഒരു വേനൽക്കാലത്ത് കൃഷിഭൂമിയിൽ വെള്ളമില്ലാത്തത് കണ്ട് കൃഷിക്കാരൻ വിഷമിക്കുന്നത് കഴുത കണ്ടു. കഴുത കൃഷിക്കാരനെ സഹായിക്കാനായി വെള്ളം അന്വേഷിച്ചു നടന്നു. ദൂരെ ഒരു കിണർ കണ്ടു. അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പെട്ടെന്നൊരു കല്ല് തട്ടി കഴുത കിണറിനുള്ളിൽ വീണു. കിണർ വളരെ ആഴമേറിയതും വെള്ളമില്ലാത്തതുമായിരുന്നു. കഴുത പേടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ആരും സഹായിച്ചില്ല. വൈകുന്നേരമായപ്പോൾ കൃഷിക്കാരൻ കഴുതയെ അന്വേഷിച്ചു തുടങ്ങി. കഴുതയുടെ കരച്ചിൽ കിണറിനുള്ളിൽ നിന്നാണെന്ന് കൃഷിക്കാരൻ തിരിച്ചറിഞ്ഞു. കിണറിനടുത്തേക്ക് കൃഷിക്കാരൻ ഓടിയെത്തി. കഴുതയെ രക്ഷിക്കാൻ ചുറ്റും നോക്കി. ആരുമില്ലായിരുന്നു. കൃഷിക്കാരൻ കയറ് കൊണ്ടുവന്ന് കഴുതയ്ക്ക് ഇട്ടുകൊടുത്തു. കഴുത അതിൽ കടിക്കുകയും ചെയ്തു. കൃഷിക്കാരൻ കയറ് വലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കൃഷിക്കാരൻ തെന്നി കിണറിനടുത്തേക്ക് നീങ്ങി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊരു അപകടം പിടിച്ച ശ്രമമാണെന്ന് കൃഷിക്കാരന് മനസ്സിലായി. അതങ്ങ് ഉപേക്ഷിച്ചു. ഒരു നിമിഷം ചിന്തിച്ചു, ഇതൊരു വയസ്സായ കഴുതയല്ലേ, ഇതൊരു വെള്ളമില്ലാത്ത കിണറും, രണ്ടും നമുക്ക് മൂടാം. കൃഷിക്കാരൻ അടുത്തുള്ള എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. കിണറിൽ മൂടാനായിട്ട് എത്തി. ഒരാൾ കിണറിലേക്ക് മണ്ണ് കോരിയിട്ടു. അത് കഴുതയുടെ ദേഹത്തിൽ വീണു. കഴുത അപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത്. കഴുത വിട്ടുകൊടുത്തില്ല. ദേഹത്ത് വീണ മണ്ണിനെ കുടഞ്ഞെറിഞ്ഞു. വീണ്ടും മണ്ണിട്ടു. വീണ്ടും കഴുത കുടഞ്ഞെറിഞ്ഞു. വീണ്ടും അവർ മണ്ണിട്ടു. വീണ്ടും കഴുത കുടഞ്ഞെറിഞ്ഞു. വീണ്ടും അവർ മണ്ണിട്ടു. വീണ്ടും കുടഞ്ഞെറിഞ്ഞു. ഓരോ പ്രാവശ്യം മണ്ണ് വീഴുമ്പോഴും അതിനെ കുടഞ്ഞെറിഞ്ഞു. അങ്ങനെ കിണറിൽ മണ്ണ് നിറഞ്ഞു. കഴുത അതിൽ ചവിട്ടി ചവിട്ടി മുകളിലോട്ട് വന്നുകൊണ്ടിരുന്നു. കഴുത പുറത്തേക്ക് എത്തുകയും ചെയ്തു. കഥ ഇഷ്ടായില്ലേ എല്ലാവർക്കും? ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത്, ആരെങ്കിലും സഹായിക്കാൻ നമ്മൾ ഇറങ്ങിയാൽ അബദ്ധത്തിൽ ചതിക്കുഴിയിൽപ്പെട്ടാൽ ആരും നമ്മെ രക്ഷിക്കാൻ വരില്ല. ജീവിതത്തിൽ വീഴ്ച വരുമ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും കേൾക്കാം. അതിനെ നമ്മൾ കുടഞ്ഞെറിയുക. നമ്മുടെ നേരെ ഉണ്ടാകുന്ന ഓരോ തടസ്സങ്ങളെയും ചവിട്ടുപടിയായി മുന്നോട്ട് തന്നെ നീങ്ങുക. എല്ലാവരും സ്ട്രോങ് ആയി മുന്നോട്ട് നീങ്ങുക. സില്ലിയാവല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.